ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്കിംഗ് ഒക്കെ വിട്ട് വ്യത്യസ്തമായ ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടന്റ് ഇതാണ്. നമ്മളൊരു മിനിയേച്ചർ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് വർക്ക് തീർന്നിട്ടില്ല, പക്ഷേ എനിക്ക് ഫുള്ള് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിൽ നിർത്തി നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയാണ്. 2001 റിലീസായ പറക്കുന്നളി എന്ന സിനിമയിലെ ഒരു കഥാപാത്രവും നമ്മളെല്ലാം മനസ്സിനെ ആകർഷിച്ച ഒരു ബസ്സാണ്. രാമരാശൻ പിള്ള എന്ന പേരുള്ള ഈ ബസ്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ട് വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ. ബസന്തി ബസന്തി നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. ഉണ്ണികൃഷ്ണ, ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി. കൊല്ലും ഞാൻ ഇവിടെ. ഞങ്ങൾക്ക് സന്തോഷമായടാ. ഞാൻ 97, 98, 99 കാലഘട്ടത്തിലാണ് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൊരു ബസ്സാണ് ഇത്. കാരണം ഞങ്ങളെ ഇതിലെ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു. ആ സമയത്ത് പല പേരുകളിലായിരുന്നു ഈ വണ്ടി അറിയപ്പെട്ടിരുന്നത്. നാരായണ, SM ട്രാവൽസ്, കൈതപ്പുറം, കെവിൻസ്, മെറീനയായിരുന്നു ലാസ്റ്റ്. മെറീനയിൽ നിന്നാണ് ഈ വണ്ടി സിനിമ ഇതിലേക്ക് പോയത്. ഈ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഓടുന്ന കുറേ വണ്ടികളുണ്ടായിരുന്നു. സാൻജോസ്, TMS, അങ്ങനെ കുറേ വണ്ടി. ആ വണ്ടികൾക്കെല്ലാം ഒരു കമ്പനി ലിവറി, കമ്പനി കളർ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരേ കളർ. ഈ ഒരു വണ്ടി മാത്രം എല്ലാ വർഷവും വ്യത്യസ്തമായ കളറിൽ വന്നുകൊണ്ടിരുന്നപ്പം നമ്മളെപ്പോഴൊരു വണ്ടി ഭ്രാന്തൻ പ്രത്യേകം ആകർഷിച്ചൊരു വണ്ടിയാണ് ഈ വണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നമ്പർ, ഒരു പ്രത്യേക നമ്പറാണ് KR 27 എന്ന് പറഞ്ഞൊരു നമ്പർ. ഒരു 2007 ഞാനും വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ വണ്ടി ഫീൽഡിൽ ഇറങ്ങി ഞാൻ കണ്ടക്ടറായിരുന്നു, ഡ്രൈവറായി. അതിനുശേഷം ഒത്തിരി വണ്ടികൾ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരു 2020 നമ്മൾ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഈ സിനിമയുമായിട്ടൊരു ചെറിയൊരു ബന്ധം ഉണ്ടാകാൻ എനിക്ക് സാധിച്ചു. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ, അത് ഇറങ്ങിയല്ലോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ താഹ, അദ്ദേഹം ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളെ വേറൊരാൾ മുഖേന സമീപിച്ച് ഞാൻ അന്ന് ഓടിക്കൊണ്ടിരുന്ന വാരിക്കാടൻ എന്നുള്ള വണ്ടി ഉണ്ടായിരുന്നു. അവർക്ക് ഇതേ മോഡൽ ഏകദേശം ഒരു ഇതുള്ള ഈ മേളിൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് ഓടാതെ കിടക്കുന്ന വണ്ടി. ആ വണ്ടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്നെ സമീപിച്ചതാണ്. അപ്പോൾ അതിനുശേഷം കൊറോണ ഒക്കെ വന്നു പോയതുകൊണ്ട് അത് നടക്കാതെ പോയി. അങ്ങനെ ആ ഡയറക്ടറും ഈ സിനിമയായിട്ടും എനിക്ക് ചെറിയ ഒരു ബന്ധം ഉണ്ടായി. ഏകദേശം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അകത്തെ ഉൾവശങ്ങളിൽ ഇതിൻ്റെ ഗ്ലാസും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പുറത്ത് പോകുന്നത് കൊണ്ട് എനിക്ക് ഫുള്ള് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്കിത് തന്നെ ഓടുന്ന രീതിയിൽ മോട്ടോർ ഘടിപ്പിച്ച് ഓടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചില്ല. എല്ലാം ഞാൻ ആ പഴയ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഈ വണ്ടിയിൽ ഒത്തിരി ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് ഈ മെറീന എന്ന് പറയുന്ന വണ്ടി. മെറീന കെവിൻസ്, അതാണ് എൻ്റെ ഓർമ്മയിലുള്ള വണ്ടി. ഞാൻ ഈ മിനിയേച്ചർ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതിൻ്റെ കുറേ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റിക്കർ കടയിലൊക്കെ കിട്ടുന്ന ഫോം ഷീറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഈ വണ്ടി ഫുള്ള് ബോഡിയൊക്കെ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മിറിൻഡായുടെ ക്യാൻ കട്ട് ചെയ്ത് എടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഗുളിക കവറാണ്. അപ്പം ഇതിൻ്റെ വീല് ഞാൻ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒക്കെ ബെയറിംഗ് ഇട്ടാണ് നമ്മൾ ഈ വീല് കറങ്ങുന്ന രീതിയിൽ ആക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ കുറേ ഐറ്റംസിന് വേണ്ടി ഒരു മാസത്തോളം ഞാൻ ഈ വണ്ടിയുടെ വർക്ക് നിർത്തി വെക്കേണ്ട ഒരു ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ കമ്പികൾ, ഈ നമ്മുടെ ഷട്ടറിൻ്റെ സൈഡിലുള്ള കമ്പികൾ, ഇതൊക്കെ എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് ഇങ്ങനൊരു മെറ്റീരിയൽ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ലാസ്റ്റ് ഞാൻ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ക്രിസ്മസിന് നമ്മൾ വാങ്ങിച്ച കമ്പിത്തിരിയുടെ ആ ഒരു കമ്പി ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഷീറ്റിന് മാത്രമേ എനിക്ക് പൈസ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞ ഒരു മിനിയേച്ചറാണ് ഇത്. ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്.